അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 4ാം ക്ലാസ്സിലെ ഖുർആന് ഹിഫ്ള് തദ്രീബ് തിലാവ പരീക്ഷയുടെ മോഡലായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ വർഷം പാദവാർഷിക പരീക്ഷയ്ക്ക് നടത്തിയ ചോദ്യപേപ്പറാണ്. കാരണം കഴിഞ്ഞ വർഷം മറ്റൊരു സിലബസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ അർദ്ധവാർഷിക പരീക്ഷയുടെ പേപ്പർ ഈ വർഷം മോഡലായി എടുക്കാൻ സാധിക്കില്ല. നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് പരിശോധിക്കാം. ഖുർആന് തദ്രീബ് തിലാവ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നത് സൂറത്തു നംലിൽ നിന്ന് 6 ആയത്തുകൾ ഓതിയിട്ട് അതിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങളാണ്. ഒന്ന്, അക്ഷരശുദ്ധിയോടുകൂടി ഇടർച്ചയില്ലാത്ത പാരായണം, അതിന് 18 മാർക്കാണ്. പിന്നെ ആയത്തിൽ വരുന്ന ഇവിടെ പ്രതിപാദിച്ച ആയത്തിൽ വരുന്ന ഓരോ നിയമങ്ങളുടെ ഉച്ചാരണത്തിന് 3 മാർക്ക് വീതം. ഇസ്തിലാന്റെ അക്ഷരത്തിന്റെ ഉച്ചാരണത്തിന് 3 മാർക്ക്, സാക്കിന മീമിന്റെ ഇദ്ഗാമിന് 3 മാർക്ക്, സാക്കിന മീമിന്റെ ഇഖ്ഫാന് 3 മാർക്ക്, സാക്കിന മീമിന്റെ ഇദ്ഗാറിന് 3 മാർക്ക്. ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള ഇഫ്തിലെ സൂറത്തുകള് നോക്കി ഓതാനുള്ള സൂറത്തുകൾ മുജാദില മുതൽ മുർസലാത്ത് വരെ, അദ്ദാരിയാത്ത് മുതൽ ഹദീദ് വരെ, അഹ്കാഫ് മുതൽ മുഹമ്മദ് വരെ. ഈ പ്രതിപാദിക്കപ്പെട്ട പാഠഭാഗത്ത് നിന്ന് ഏതെങ്കിലും സൂറത്തിൽ നിന്ന് 2-3 വരികൾ തന്നിട്ട് അത് ഉസ്താദ്മാര് ഓതാൻ പറയും. അവിടെ വരുന്ന നിയമപ്രകാരം ഓതുന്നതിന് ഉസ്താദന്മാര് മാർക്ക് നൽകുന്നു. ആ രീതിയിലാണ് ഖുർആന്റെ പരീക്ഷ ഉണ്ടാവാം. അതേ പേപ്പറിൽ തന്നെ കുറച്ച് എഴുതാനുണ്ട്. ഇവിടെ ശരി അടയാളപ്പെടുത്താന്ന് കൊടുത്തിട്ടുണ്ട്. ഓരോ ഉദാഹരണം കൊടുത്തിട്ട് അതിന്റെ നിയമം എന്താണെന്ന് കുട്ടികൾ എഴുതി കൊടുക്കണം. അങ്ങനെ എഴുതി കൊടുത്ത 2 മാർക്ക് വീതമാണ് നൽകുക. ഇവിടെ നമുക്ക് ഈ വർഷം തദ്രീബ് തിലാവയിലെ 34-ാമത്തെ പേജ് വരെയാണ് പഠിക്കാനുള്ളത്. 34-ാമത്തെ പേജ് വരെയുള്ള ഇതില് നിയമങ്ങൾ പഠിക്കുന്നത് മദ് അസ്ലി, അതിന്റെ അക്ഷരങ്ങൾ കുട്ടികൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ 6-ാമത്തെ പാഠത്തില് അഹ്കാമുൽ ലാമിൽ ലഫ്ലുൽ ജലാലത്തിന്റെ ലഫ്ലിന്റെ ലാമിന്റെ വിധികൾ പറയുന്നുണ്ട്. അതുപോലെ 5-ാമത്തെ പാഠത്തില് അഹ്കാമു റായിൽ മുത്തഹരിക്കത്തി പറയുന്നുണ്ട്. 4-ാമത്തെ പാഠത്തില് ഇസ്തിലാന്റെ അർഫുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ അർഫുകൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക, അതിന്റെ ഉദാഹരണങ്ങൾ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഉദാഹരണം തന്നിട്ട് അതിൽ നിന്ന് ഏത് നിയമമാണ് വരുന്നത് എന്ന് കുട്ടികൾ വേർതിരിച്ച് എഴുതാൻ ചോദിക്കും. പിന്നെ 3-ാമത്തെ ടൈപ്പ് ചോദ്യം, ഉദാഹരണം തന്നിട്ട് അതിൽ നിന്ന് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ, ഇസ്തിലാന്റെ അക്ഷരങ്ങൾ എടുത്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വർഷം ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് 5, 6, 7 പാഠത്തു നിന്നുള്ള നിയമങ്ങളായിരിക്കും മിക്കവാറും ചോദിക്കുക. അപ്പൊ അതില് അഹ്കാം ലാമ് ലഫ്ലുൽ ജലാല, അതുപോലെ തന്നെ മദ് അസ്ലി, അതിന്റെ ഉദാഹരണങ്ങൾ നിയമങ്ങൾ പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ അഹ്കാമു റായിൽ മുത്തഹരിക്കത്തി, അതുപോലെ ഇസ്തിലാന്റെ അക്ഷരങ്ങൾ, ഇവയെല്ലാം പഠിച്ചു വെക്കുക. 4-ാമത്തെ ടൈപ്പ് ചോദ്യം, 2 നിയമങ്ങൾ തന്നിട്ട് അക്ഷരങ്ങൾ വേർതിരിച്ച് എഴുതാൻ. അതില് നമ്മള് ഇതേ പാഠം തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1 മുതൽ 7 വരെയുള്ള പാഠത്തിൽ ഏതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തദ്രീബ് തിലാവയുടെ 7 പാഠങ്ങള്, അഥവാ 7 പാഠം എന്ന് പറയുമ്പം 34 പേജ്. അതിൽ വരുന്ന എല്ലാ തജ്വീദിന്റെ നിയമങ്ങളും അതിന്റെ അക്ഷരങ്ങളും ഉദാഹരണങ്ങളും ശരിക്ക് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകണം. അതുപോലെ തന്നെ ഇഫ്ലില് പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങള് നന്നായിട്ട് നിയമപ്രകാരം ഓതി പഠിക്കുക. ഖുർആന് നിയമപ്രകാരം ഓതി പഠിക്കുക. അള്ളാഹു നല്ല രീതിയിൽ ഖുർആൻ ഓതി കൊടുക്കാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഇഫ്ലിന്റെ ചോദ്യപേപ്പർ നോക്കാം. ഇഫ്ലിന്റെ ചോദ്യപേപ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത് തഹ്ഫീദുൽ ഖുർആൻ എന്നുള്ള ടൈറ്റിലാണ്. സൂറത്തുൽ ആല, സൂറത്തുൽ അലക്ക് 2 സൂറത്തുകൾ ഓതാൻ പറഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ 7 ആയത്തുകള്, 6 മുതൽ 13 ആയത്തുകൾ. അതുപോലെ ഇപ്പൊ നമുക്ക് ഈ വർഷം ഈ പ്രാവശ്യം നമുക്ക് പഠിക്കാനുള്ളത് ഇഫ്ല് സൂറത്ത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇഫ്ല് സൂറത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്
സൂറത്തുൽ സൽസല മുതൽ നാസ് വരെയാണ്. സൽസല മുതൽ നാസ് വരെ, ബയ്യന, അലക്ക്, അല, സൂറത്തുൽ ആശിയ, ഷംസ്, ലേല്, ഇത്രയും സൂറത്തുകളാണ്. ഈ സൂറത്തുകള് ഏതെങ്കിലും 2 സൂറത്തുകൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ തന്നെ ഈ ഹിഫ്ളിന് കൂടെ തദ്രീബ് തിലാവിൽ പഠിച്ച ദ്വാകള് ചോദിക്കുന്നുണ്ട്. അത് ഉസ്താദന്മാർക്ക് കാണാതെ ചൊല്ലിക്കൊടുക്കണം. അപ്പൊ തദ്രീബ് തിലാവിൽ പഠിക്കുന്ന ദ്വാകള് 7ാമത്തെ പാഠത്തില് നമ്മള് ദ്വാ പഠിച്ചു. 7ാമത്തെ പാഠത്തിൽ പഠിച്ച ദ്വാ നമുക്കൊന്ന് പരിശോധിക്കാം. 7ാമത്തെ പാഠത്തില് റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. ഇനി 6ാമത്തെ പാഠത്തിൽ പഠിച്ച ദ്വാ റബ്ബന ലാ തുസി ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. പിന്നെ അതുപോലെ തന്നെ 5ാമത്തെ പാഠത്തിൽ പഠിച്ച ദ്വാ റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആതിന വതവഫന മഅൽ അബ്റാർ. പിന്നീട് 4ാമത്തെ പാഠത്തിൽ പഠിച്ച ദ്വാ റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിന അദാബന്നാർ. പിന്നെ 3ാമത്തെ പാഠത്തിൽ പഠിച്ച ദുആ റബ്ബന ക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. 2ാമത്തെ പാഠത്തിൽ പഠിച്ച ദുആ റബ്ബന ആമന ഫഗ്ഫിർ ലനാ വറഹംനാ വഅൻത ഖൈറുർ റഹീമീൻ. പിന്നെ 1ാമത്തെ പാഠത്തിൽ പഠിച്ച ദുആ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ഖുർആനിലെ ഈ ദുആകള് നിർബന്ധമായി എല്ലാം പഠിച്ചു വെക്കണം. അതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നാളെ നടക്കുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.